ഈ ഗാസ സമാധാന പദ്ധതിയുടെ ഒന്നാം ഘട്ടം, ആ ഒന്നാം ഘട്ടത്തിൻ്റെ ആദ്യഘട്ടത്തിനുള്ള കരാറിൽ ഇപ്പോൾ തന്നെ ഇസ്രായേലും ഹമാസും ഒപ്പുവെച്ചു എന്നുള്ള വാർത്ത വളരെ സന്തോഷകരമായ വാർത്തയാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ആ വാർത്തയിൽ നമ്മൾ ചില പ്രതീക്ഷകൾ വെക്കുന്നുണ്ട്, ഒപ്പം തന്നെ ആശങ്കയുമുണ്ട് ലോകത്തിന്. കാരണം പലപ്പോഴും ഇത്തരത്തിലുള്ള സമാധാന കരാറുകൾ ഇസ്രായേൽ ആയതുകൊണ്ടാണ്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഈ ഒരു ആദ്യഘട്ടത്തിലെ ഈ സമാധാന കരാർ ഒപ്പുവെക്കുമ്പോൾ പ്രതീക്ഷ എന്ന് പറയപ്പെടുന്ന ഗാസയിൽ ഈ പറയുന്ന പോലെ ഒരു സമാധാന പുലരി ഉണ്ടാകുന്നു. നാളെ മുതൽ അല്ലെങ്കിൽ ഇന്നു മുതൽ അങ്ങോട്ട് സമാധാന പുലരിയാണ്. അവിടെ ഉണ്ണാനും ഉറങ്ങാനും ഉണരാനുമൊക്കെ അവർക്ക് സമാധാനത്തോടെ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷ. അതേസമയം ഈ പ്രതീക്ഷകൾ ഇങ്ങനെ വളരെ സമാധാനത്തോടു കൂടി ഉണരാമെന്ന് പ്രതീക്ഷിക്കുന്ന ആ പ്രതീക്ഷയെ അസ്തമിപ്പിക്കുന്ന തരത്തിലുള്ള ആശങ്കയുമാണ് നിലനിൽക്കുന്നത്. പലപ്പോഴും ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനൊരു ശാന്തതയും ഇങ്ങനൊരു സമാധാനവും ഒക്കെ പൂർണ്ണമായിട്ടും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ട് ഈ ഒരു സമാധാന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്? ഇല്ല, അങ്ങനൊരു വിശ്വാസമില്ല. അതായത് നമുക്കറിയാം, ലോക ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഈ സമാധാനം എന്ന് പറയുന്നത് ശാശ്വതമായിട്ട് ഒരിക്കലും വന്നിട്ടില്ല. കരാറുകളാണ് വന്നിട്ടുള്ളത്, സമാധാനമല്ല. ഉദാഹരണത്തിന് നമ്മൾ അധികം അങ്ങോട്ട് പോകുന്നില്ല ചരിത്രത്തിലേക്ക്, എങ്കിലും ഗ്ലാസ്നോസ്റ്റ് അതുപോലെ പെരിസ്ട്രോയിക്ക തുടങ്ങിയ പരിഷ്കാരങ്ങൾ റഷ്യയിൽ വന്നു. അതോടുകൂടി കമ്മ്യൂണിസത്തിൻ്റെ അന്ത്യശ്വാസം അവിടെ വലിച്ചു. അതിനുശേഷം റഷ്യയും അമേരിക്കയും തമ്മിലെടുത്തു. സമാധാനം ഉണ്ടാവുമെന്നല്ലേ നമ്മൾ കരുതിയത്? അതെ. പക്ഷേ റഷ്യയും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം കൂടി ഏറ്റുമുട്ടുന്ന ഒരു മഹാലോക യുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉക്രൈനിൽ. റഷ്യ ഒരു ഭാഗത്തും മറുഭാഗത്ത് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അതിനോടൊപ്പം അമേരിക്കയും കൂടി നടത്തുന്ന ഒരു യുദ്ധം യുക്രൈൻ്റെ മണ്ണിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊലപാതകങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം, ഞാനിപ്പോൾ യുക്രൈൻ യുദ്ധത്തിന് അന്ത്യം വന്നിട്ടില്ല എന്നുള്ളതല്ല പറയുന്നത്, മറിച്ച് റഷ്യ എന്ന് പറയുന്ന രാജ്യം, അവിടുത്തെ കമ്മ്യൂണിസമായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും എല്ലാം വലിയ ഭീഷണിയായിട്ട് അവർ കണക്കാക്കിയിരുന്നു. ആ ഭീഷണി പോയി കഴിഞ്ഞിട്ടും അവിടെ സമാധാനം ഉണ്ടായോ? ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പോഴും റഷ്യയും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധമാണോ? അലാസ്കയിൽ അവർ കരാറ് ഒപ്പുവെച്ചതല്ലേ? അതെ. അല്ലെങ്കിൽ പ്രസ്താവിച്ചതല്ലേ? ഒപ്പുവെച്ച കാര്യം നിൽക്കട്ടെ, ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഇനി നമുക്ക് തൊട്ടടുത്ത് ഇന്ത്യയിലേക്ക് വന്നാൽ, ഇന്ത്യ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കാലത്ത് താഷ്കന്റ് കരാർ ഒപ്പുവെച്ചതല്ലേ റഷ്യയിൽ പോയിട്ട്? തീർച്ചയായിട്ടും. സമാധാനം ഉണ്ടായോ? പിന്നെ വീണ്ടും യുദ്ധമല്ലേ ഉണ്ടായത്? ആ യുദ്ധത്തിന് ശേഷം സിംല കരാർ ഉണ്ടായില്ലേ? സമാധാനം പിന്നെയും ഉണ്ടായോ? ഇല്ല. പിന്നെ കാർഗിൽ യുദ്ധമല്ലേ ഉണ്ടായത്? ആ യുദ്ധം ഇപ്പോഴും ഗുപ്ത യുദ്ധമായിട്ട്, പ്രോക്സി വാറായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ? തൽക്കാലം നമ്മളിപ്പോൾ ഈ സമാധാന കരാർ കൊണ്ടല്ല, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് ഒരു പരിധിവരെ ഭീകരാക്രമണങ്ങളുടെ ഭീഷണി നമുക്ക് തടയാൻ പറ്റി. കാരണം തീവ്രവാദികൾക്ക് ഒറ്റ ഭാഷയെ അറിയാവൂ. ആ ഭാഷ എന്ന് പറയുന്നത് ആക്രമണത്തിൻ്റെ, തിരിച്ചങ്ങോട്ടുള്ള ആക്രമണത്തിൻ്റെ ഭാഷയാണ്. ആ ഭാഷ കൊടുത്തത് കൊണ്ടാണ് ഇപ്പോൾ ഒരു കരാർ ഒപ്പുവയ്ക്കാനെങ്കിലും കഴിഞ്ഞത്. അല്ലെങ്കിൽ ഹമാസ് ഈ കരാറിൽ സമ്മതിക്കും എന്നുള്ളത് കരുതുന്നോ? ഒന്നാം ഘട്ട കരാറിൽ ഒപ്പുവെക്കുമെന്ന് കരുതുന്നുണ്ടോ? എന്നിട്ട് തന്നെ വലിയ സമ്മർദ്ദം, 67,000 പേര് മരിച്ചു കഴിഞ്ഞു. കുട്ടികൾ പട്ടിണിയിൽ, സ്ത്രീകൾ രോഗിണികൾ, പലരും ആശുപത്രിയിൽ, പോഷകാഹാരക്കുറവ്. ഇതൊന്നും അവരെ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് പ്രേരിപ്പിക്കുന്നില്ല. കാരണം എന്താണ്? മനുഷ്യത്വം എന്നെ നഷ്ടപ്പെട്ട ഒരു വിഭാഗമാണ്. കൊല്ലും കൊലയും മതം 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 മതമാണ് പ്രശ്നം എന്ന് വിശ്വസിച്ച് നടക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. അവർക്കിതൊന്നും പ്രശ്നമല്ല. അവർക്ക് പരലോക ജീവിതമാണ്, ആഗോള ഇസ്ലാമാണ് പ്രശ്നം. അതിനു വേണ്ടിയിട്ട്, അല്ലാതെ സ്വന്തം തട്ടകത്തിന് വേണ്ടി, സ്വന്തം ഭൂമിക്ക് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് കപട ബുദ്ധിജീവികളുടെ വാദങ്ങളോടും ഞാൻ. അതുകൊണ്ട് ഇത് നമുക്ക് ഈ വലിയ പ്രതീക്ഷ എന്ന് പറയപ്പെടുന്നതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. പ്രതീക്ഷയില്ല തൽക്കാലം. പക്ഷെ താൽക്കാലികമായൊരു ശാന്തി ഉണ്ടാകുന്നു. ശാശ്വതമായിട്ടുള്ള സമാധാനം അല്ല, പക്ഷേ താൽക്കാലികമായ ഒരു ശാന്തി പോലും പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട ഒന്നാണ്. വിലപ്പെട്ടതാണ്. താൽക്കാലികമായൊരു വെടിനിർത്തൽ പോലും വളരെ വിലപ്പെട്ടതാണ്. തീർച്ചയായിട്ടും. ഈ പാവം കുട്ടികളുടെ കാര്യത്തിൽ പാലസ്തീൻകാർക്കൊരു താല്പര്യമില്ല, രോഗിണികൾക്കൊരു താല്പര്യവുമില്ല, രോഗിണികളുടെ കാര്യത്തിൽ താല്പര്യമില്ല. അവർക്ക് താല്പര്യം മതമാണ് മതമാണ് മതമാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രത്തെ ആ പാലസ്തീൻ മുസ്ലിം ഭൂമികയിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളതാണ് അവരുടെ പശ്ചാത്തലത്തിൽ. ഒരു അനിസ്ലാമിക രാഷ്ട്രം പോലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടി ഇനി ഉയർന്നു വരും, അവിടെ തീവ്രവാദികൾ ഉയർന്നു വരും.
അല്ല, ഈ തീവ്രവാദി ഇപ്പോൾ ഹമാസ് എന്ന് പറയുന്നത് തന്നെ ഈ ഹമാസിന്റെ ഹമാസിന് യുദ്ധം ചെയ്യാനുള്ള ഒരു ശേഷിയില്ലായ്മയുണ്ട് അതിനകത്ത്. അത് റീഗ്രൂപ്പ് ചെയ്യും. അല്ല, ഇപ്പൊ യുദ്ധം നിന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ റീഗ്രൂപ്പ് ചെയ്തിട്ട് അടുത്ത തലമുറ നോക്കൂ. ഗോവൻ 5 വയസ്സുള്ള കുട്ടിയുടെ തോളിലാണ് AK-47 റൈഫിൾ എടുത്തു കൊടുക്കുന്നത്. ചെറുപ്പത്തിൽ തൊട്ടേ വിദ്യാഭ്യാസം മദ്രസയിലാണ്. അന്യമതക്കാരനെ കാഫിറാണ്, അവൻ്റെ വിശ്വാസം തെറ്റാണ്, നമ്മുടെ മതം മാത്രമാണ് സത്യമതം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവൻ പിന്നെ തോക്കെടുത്ത് അന്യമതക്കാരനെ കൊല്ലുന്നത് തെറ്റുവല്ലോ ഉണ്ടോ? അവനെ പഠിപ്പിക്കുന്നതാണ്. ചൊട്ടയിലെ ശീലം അതാണ് അവരുടെ രാജ്യത്തിൻ്റെ ശ്രദ്ധയിലോ അവരുടെ പൗരന്മാരുടെ മരണത്തിലോ അല്ല. അത് പത്രങ്ങൾക്കും ലോകമാധ്യമങ്ങൾക്കുമേ ശ്രദ്ധയുള്ളൂ. അവരുടെ ലക്ഷ്യം ഇസ്രായേലിനെ തുലയ്ക്കുക, ഇല്ലാതാക്കുക. ഇസ്രായേൽ പാടില്ല. ഇറാനും അത് തന്നെയല്ലേ പറയും. ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ഇസ്രായേലിനെ തകർക്കുക എന്ന ലക്ഷ്യം വെക്കുന്നത് ഈ മതവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ മാത്രമാണ്. അതെ, തീർച്ചയായിട്ടും മതമാണ് പ്രശ്നം. മതം തന്നെയാണ്. അതെ, കുഴപ്പമില്ല. അവിടെ അത് അറേബ്യൻ ഭൂമികയാണ്. അവിടെ ഒരു അനൈസ്ലാമിക രാജ്യം പാടില്ല. എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളാണല്ലോ. അതിനിടയ്ക്ക് ഇവരൊരു ഓർമ്മത്തെറ്റ് പോലെ ഒരു ഗ്രാമർ പിശക് പോലെ അവിടെ നിൽക്കുന്നത് സഹിക്കുന്നില്ല എന്നുള്ള ഇസ്രായേൽ അസഹിഷ്ണുതയാണ്. ഇത് നമ്മളിപ്പോൾ പറയുമ്പോൾ ഹമാസിനും ബുദ്ധിമുട്ടുണ്ട്, അതൃപ്തിയുണ്ട്. ഇപ്പം തന്നെ ഇസ്രായേലിനും ഇതിനകത്ത് അതൃപ്തിയുണ്ട്. ഇപ്പം നമ്മൾ നെതന്യാഹു വളരെ കൃത്യമായിട്ട് അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സമാധാന കരാറിൽ ഒപ്പുവയ്ക്കുവാനുള്ള താല്പര്യമൊക്കെ പ്രകടിപ്പിച്ചുവെങ്കിൽ കൂടിയും അതിനകത്ത് ട്രംപിൻ്റെ ഒരു ഇടപെടലുണ്ടായിരുന്നു. ട്രംപുമായിട്ട് ചേർന്ന് അവരങ്ങനെ ഒരു ഇടപെടൽ നടത്തിയാണ് ഇങ്ങനെ ഒരു ഹമാസ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തിയത്. പക്ഷെ ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പം ഇസ്രായേലിൻ്റെ മന്ത്രിസഭയ്ക്കകത്ത് തന്നെ വലിയ പ്രതിസന്ധി ഉണ്ട് ഇതിനകത്ത്. കാരണം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്നത് പോലെ കൃത്യമായിട്ടൊരു കാൽക്കുലേഷനിലല്ല അവരുടെ മന്ത്രിസഭ വന്നത്. ഒരു തൂക്ക് മന്ത്രിസഭ കൂടിയാണല്ലോ അവരുടേത്, ഈ നെതന്യാഹുവിൻ്റെ മന്ത്രിസഭ. ആ മന്ത്രിസഭയ്ക്കകത്ത് അവരുടെ ഡിഫൻസും ഫിനാൻസ് മിനിസ്റ്ററും ഒക്കെ ഇതിനെതിരായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. കാരണം അവർ പറയുന്നത് ട്രംപിൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന ഒരു നെതന്യാഹുവിനെയാണ്, ബെഞ്ചമിൻ നെതന്യാഹുവിനാണ് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ ട്രംപ് പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു രാഷ്ട്രമല്ല ഇസ്രായേൽ എന്ന് പറയുന്നത്. അത് തന്നെ ഒരു അതൃപ്തിയുടെ വാചകമാണ്. മറ്റൊന്ന് ഹമാസിനോട് 20 ദിന പദ്ധതികൾ മുന്നോട്ട് വെച്ച ട്രംപിനോടും ഒരു അതൃപ്തി ഹമാസിനുണ്ട്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, യുദ്ധത്തിന് ഇനിയൊരു ശേഷിയില്ല എന്നുള്ള തോന്നൽ ഇവിടെ ഹമാസിനുള്ളത് കൊണ്ട് തന്നെയാണ് ഹമാസ് ഇതിനകത്ത് ഇപ്പോൾ ഒരു നമ്മൾ പറയുകയാണെങ്കിൽ ഒരു താൽക്കാലികമായ ഒരു വെടിനിർത്തലിലേക്ക് എത്തിക്കുന്നത് പറയാം. പക്ഷേ ഗാസയിൽ സമാധാനം പുലരേണ്ടതുണ്ട്. ഇങ്ങനെ പോയാൽ ഈ നമ്മൾ ഈ പറയുന്ന പോലെ പരസ്പരം നാളെ തന്നെ വീണ്ടും അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം വീണ്ടും ഇത്തരത്തിലൊരു യുദ്ധത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇല്ല, അസ്വസ്ഥത അവിടെ ഉണ്ട്, പുകഞ്ഞു നേറുന്നുണ്ട്. ഇപ്പോൾ ലാവാപ്രവാഹം കുറച്ചുണ്ടായിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ അഗ്നി പർവ്വതത്തിൻ്റെ തരികൾ അവിടെ തന്നെ ഉണ്ട്. ആ ടെക്ടോണിക് പ്ലേറ്റ് എന്ന് പറയുന്നത് അസ്വസ്ഥമാണ് അതിനിടയിൽ. അപ്പോൾ എന്തു വേണമെങ്കിലും ഏത് സമയത്തും പൊട്ടിപ്പുറപ്പെടാവുന്ന ഒരു സന്ദർഭമാണ്. അല്ല ഇവർ കൈകോർത്ത് പിടിച്ചൊരു ഐക്യമൊന്നും ഉണ്ടാകുമെന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട. ഉള്ളിലെ സ്പർദ്ധ ആകുന്ന തീപ്പൊരി അത് കനലിനുള്ളിലെ ചാരം മൂടിയ കനൽ പോലെ അവിടെ കിടക്കും. ഒന്നാമത്തെ കാര്യം. 2 രാഷ്ട്രങ്ങളുണ്ട്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇസ്രായേൽ മന്ത്രിസഭയിലെ 2 പേര് തീവ്ര വലതുപക്ഷക്കാരാണ്. ഈ പലസ്തീൻ്റെ വേരോടെ പിഴുതെറിഞ്ഞാൽ മാത്രമേ ഇവിടെ ശാശ്വത സമാധാനം ഉണ്ടാവൂ എന്നാണ് അവർ പറയുന്നത്. കുറച്ചൊക്കെ ശരിയുമാണത്. അവർ 2 പേരും തീവ്രമായിട്ട് അമേരിക്കയ്ക്ക് അടിയറവ്. അതാണ് അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ബെർക്കിനും പറഞ്ഞാലും സ്റ്റോർട്ടോമിച്ച് പറഞ്ഞിരുന്നാലും ശരി, ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെതന്യാഹു മന്ത്രിസഭ എന്ന് പറയുന്നത് കൂട്ടുമന്ത്രിസഭയാണ്. ഇതിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ യുദ്ധം കഴിഞ്ഞ് യുദ്ധത്തിന് സമാധാന കരാർ ഉൾപ്പെടുമ്പോൾ നഷ്ടം വരുന്ന ആർക്കായിരിക്കും? അങ്ങനെയാണെങ്കിൽ നെതന്യാഹുവിനല്ലേ നഷ്ടം വരിക. ഇവർ കൂടി പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ സർക്കാർ തറയിൽ വീഴാനുള്ള സാധ്യത കൂടുതലല്ലേ? ഇല്ല, പിൻവലിക്കാനുള്ള ഭൂരിപക്ഷം അവർക്കില്ല. കാരണം ഈ മന്ത്രിസഭയിൽ ആകെ 2 പേരാണ് സ്ട്രോങ് ആയിട്ട് എതിർക്കുന്നത്. ബാക്കിയല്ല. ഇപ്പോൾ ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത് മന്ത്രിസഭാ യോഗം നടന്ന് വോട്ടിനിടുക ചെയ്യുന്നത്. വോട്ടിടുമ്പോൾ ഈ 2 പേരുടെ ഉള്ളു മറുഭാഗത്തുള്ളത്. അത് ജനാധിപത്യ തീവ്ര വലതുപക്ഷം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ. ഗ്രൂപ്പേ ഉള്ളൂ മന്ത്രിസഭയിൽ. അല്ല, അവരെ വേണമെങ്കിൽ ഇവർക്ക് സ്വാധീനിക്കാമല്ലോ. താങ്കൾ പറഞ്ഞ പോലെ ഈ പാലസ്തീൻ എന്ന് പറയപ്പെടുന്ന ഒരു സംവിധാനത്തിനെ ഉന്മൂലനം ചെയ്യുക എന്നൊരു ലക്ഷ്യത്തിൽ നിൽക്കുന്ന തീവ്ര വലതുപക്ഷം ഉണ്ടാവുമല്ലോ ഇസ്രായേൽ. അല്ല, മറുവശത്ത് അത് ബാലൻസ് ചെയ്യാൻ മറ്റൊരു പക്ഷവുമുണ്ട്. ഇങ്ങനെ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ബന്ദികളെയാണ് വേണ്ടത്, ബന്ദികൾ എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പുണ്ടാക്കി ബന്ദികളെയും കൊണ്ടുവരും എന്ന് പറയുന്ന മറുപക്ഷമുണ്ട്. അപ്പോൾ അത് ബാലൻസ്ഡ് ആണ് ഏകദേശം. എനിക്ക് തോന്നുന്നു 2026 വരെ ഉണ്ടെന്ന് തോന്നുന്നു ഈ നെതന്യാഹുവിന്റെ ഈ കാലാവധിയുണ്ട്. അപ്പോൾ അത് വളരെ സ്ട്രോങ് പൊസിഷനിലാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ. തിളങ്ങുന്ന ഒരു വിജയം നേടിയ ശേഷം, അല്ലാതെ ഏകപക്ഷീയമായി കീഴടങ്ങുകയല്ല ചെയ്തത്. അതുകൊണ്ട് ഒരു ധീരോദാത്തനായ പടനായകൻ ഒരു മുദ്ര അദ്ദേഹത്തിന് ചുറ്റും ഉണ്ട്, ഒരു ഓറയുണ്ട്. ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 2 പക്ഷക്കാരും, അതായത് യുദ്ധമേ വേണ്ടെന്ന് പറയുന്ന ഒരു പക്ഷക്കാർ, സമാധാനകാംക്ഷികളുണ്ട് അവിടെ. അതുപോലെ രണ്ടാമത്തേതായിട്ട്
ഇദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആൾക്കാരുടെ പിന്തുണ, ഇത് രണ്ടും കൂടെ കിട്ടും. അപ്പം മറുവശത്തിന് അവിടെ ഒരു മേൽക്കൈ കിട്ടില്ല. അതുകൊണ്ടാണ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് 24 മണിക്കൂറിനകം ഈ മന്ത്രിസഭ ഇത് അംഗീകരിച്ച് ഇന്ന് രാത്രി തന്നെ മന്ത്രിസഭാ യോഗം ചേരുക. അത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം അവിടെ കംപ്ലീറ്റ് വെടിനിർത്തൽ, സീസ് ഫയറാണ് ഇവരുടെ. തീർന്നു കഴിഞ്ഞാൽ അവിടെ തീർന്നു പ്രശ്നം. അവർക്ക് ഗാസയിലെ 5 അതിർത്തികളൊക്കെ തുറന്നു കൊടുക്കാനുള്ള സാധ്യത അടുത്തതായിട്ട് വരുന്ന അതല്ല, ബന്ദികളെ മുഴുവൻ, മരിച്ചവരെ, അവരുടെ ശരീരം ബന്ദികളെ മുഴുവൻ വിട്ടുകൊടുക്കുക. ആ പ്രശ്നം അതോട് തീർന്നു. ഇനി അവരെ വെച്ചുകൊണ്ട് ഈ ഹമാസിന് ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല. ഇനി പുതിയ യുദ്ധമുഖങ്ങൾ തുറന്നെങ്കിലേ പറ്റൂ. അത് ഇസ്രായേലിൽ ഇപ്പോൾ അടുത്ത കാലത്തെങ്ങും നടക്കില്ല. അതുകൊണ്ട് ഇത് കുറച്ചു കാലത്തേക്ക് ഈ സമാധാനം നിലനിൽക്കും. പക്ഷേ ഇതേ സമയം തന്നെ ഖത്തറിലും ഒക്കെ പോയിരുന്ന്, തുർക്കിയിലും ഒക്കെ പോയിരുന്ന് ഹമാസിൻ്റെ നേതാക്കൾ ഇനി അടുത്ത പ്ലാൻ ആലോചിക്കും. എന്താണ് ചെയ്യേണ്ടത്? പുതിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സഹായത്തോടെ തന്നെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് ഓർക്കാപ്പുറത്ത് ഇതുപോലെ വീണ്ടും ഒരു മിന്നലാക്രമണം നടത്താനുള്ള സാധ്യത. അപ്പൊ അവരാണ് ഈ നമ്മൾ പറയുന്ന പ്രതീക്ഷയോടൊപ്പം തന്നെ ആശങ്കയും ഉണ്ടാകുന്നത്. സമാധാനകര പുലരട്ടെ. പക്ഷെ ഇങ്ങനെ ഇതിനകത്ത് സ്വാഭാവികമായിട്ട് ഇതിനകത്തോട് ഒരു നേതൃത്വം എടുത്തത് ട്രംപായിരുന്നു. ട്രംപ് അങ്ങനെ ഒരു നേതൃത്വം എടുക്കുന്നതിന് തന്നെ ഒരു ലക്ഷ്യവും ഉണ്ടായിരുന്നു. കാരണം ഈ പറയുന്ന പോലെ സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം സാഹിത്യത്തിന്റെ പുരസ്കാരം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ സമാധാനത്തിന്റെ പുരസ്കാരം പ്രഖ്യാപിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ? ഈ ട്രംപിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ കഴിയുമോ? അല്ല, കഴിഞ്ഞ ഒരു വർഷത്തേക്കുള്ളതാണല്ലോ നോബൽ സമ്മാനം എന്ന് പറയുന്നത്. മാത്രമല്ല ഈ പറയുന്ന ഈ വിഷയം അംഗീകരിക്കുന്നില്ല. ഫെബ്രുവരിയിൽ എങ്ങാണ്ടാണ് തോന്നുന്നു ഇതെല്ലാം. പാകിസ്ഥാൻ തള്ളുന്നുണ്ട്, അമേരിക്കയും തള്ളുന്നുണ്ട്. വേറെ കാര്യമായിട്ടുള്ള തള്ളലൊന്നും പിന്നെ പറയാൻ പറ്റില്ല നൊബേലിന്റെ കാര്യം. ഞെട്ടിപ്പിക്കുന്ന തരത്തില് ഇപ്പൊ വേറെ ആരും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇദ്ദേഹത്തെ പരിഗണിച്ചു കൂടാന്നുമില്ല. മഹാത്മാഗാന്ധി കിട്ടാത്തതാണ്. അപ്പൊ അതിന്റെ മെറിറ്റ് നമുക്കറിയാം. മഹാത്മാഗാന്ധി കിട്ടാത്തത് ട്രംപിനൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കഴിയുന്ന ഒരു കാര്യമാണ്. അല്ല, ഇയാൾ ട്രംപ് തുടങ്ങി വെച്ച യുദ്ധം ഇപ്പൊ ലോകമെങ്ങും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പിന്നെ ചുങ്കയുദ്ധം, താരിഫ് വാർ, അത് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പുള്ളി പറയുന്നതാണ്, ഞാൻ ഈ തീരുവ യുദ്ധം പ്രഖ്യാപിച്ചതോടുകൂടി അമേരിക്ക ഫ്ലറിഷിംഗ് ആയെന്നാ പറയുന്നത്. തകർന്ന് തരിപ്പണമായി പോവുകയാണ്. അതെ, ബാങ്കുകൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ്, ട്രഷറികൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ്, സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാൻ പണമില്ലാത്ത അവസ്ഥയിലാണ് സ്വന്തം രാജ്യത്ത്. എന്തായാലും യുദ്ധം ഒരു വലിയ യുദ്ധം എന്ന് പറയപ്പെടുന്ന സമാധാന കരാറിലൂടെ യുദ്ധം അവസാനിക്കട്ടെ, സമാധാനം ഗാസയിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് വേണമെങ്കിൽ ആശിക്കാം. അല്ല, ഇവിടെ തന്നെ ക്യാമ്പ് ഡേവിഡ് കരാർ മുമ്പ് ഉണ്ടായതല്ലേ? ഈജിപ്തിന്റെ എല്ലാ നേതൃത്വത്തിൽ ഈജിപ്റ്റ് യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു കാര്യം സംഭവിച്ചു എന്ന് പറയുന്നത് പോലെ ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് ഗാസയിൽ വരുന്ന ഭരണകൂടത്തെ ഡിപ്പെൻഡ് ചെയ്താണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമാകുന്നത്. അതിപ്പോൾ പാലസ്തീൻ അനുകൂലമായിട്ടൊരു സംഘടന ആയിരിക്കുമല്ലോ, അവർക്കായിരിക്കുമല്ലോ ഇത് പാലസ്തീന് മുൻകൈ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഫോർമുല ഉരുത്തിരിഞ്ഞ് വരണം. അത് ഈ തുർക്കി, എനിക്ക് തോന്നുന്നത് ട്രംപുമായിട്ടുള്ള ഒരു ഇവരുടെ സമാധാന കരാറിലെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അത്തരത്തിലൊരു സാഹചര്യമായിരിക്കും ഉണ്ടാകുന്നത്. PLOയുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് തന്നെ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതും ഗാസയെ എങ്ങനെയാണ് ബാധിക്കുന്നത്? തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.